കൂത്താട്ടുകുളം കേസിൽ കലാരാജ് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയുടെ പകർപ്പ് മീഡിയ വണ്ണ് ഏരിയ കമ്മിറ്റി അംഗം സണ്ണി കുര്യാക്കോസ് പറ്റിച്ചുവെന്ന പരാതിയിൽ കടബാധ്യത തീർക്കാമെന്ന പേരിൽ സ്ഥലം വിൽപ്പന നടത്തി വൻ സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്നും പരാതിയിലുണ്ട്. 2024 സെപ്റ്റംബറിൽ ജില്ലാ നേതൃത്വത്തിനും ഒക്ടോബറിൽ സംസ്ഥാന നേതൃത്വത്തിനും പരാതി നൽകിയിട്ടുണ്ട്. കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി രതീഷ് മാധ്യമങ്ങളെ കാണുന്നു. അവസാനം നടന്ന സ്ഥലം വിൽപ്പനയും ആ സ്ഥലം വിൽപ്പനയുടെ തുടർച്ചയിൽ ബാങ്ക് ലോൺ ക്ലോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒന്ന്, റിസ്ക് ഫണ്ട് ലഭിച്ചില്ല, അതിൽ പാർട്ടി സഹായിച്ചില്ല. മാത്രമല്ല 10 ലക്ഷം രൂപ ലോൺ എടുത്ത് 1 രൂപ പോലും ഒരു ഘട്ടത്തിലും തിരിച്ചടയ്ക്കാതെ അത് 23 ലക്ഷം രൂപയിലധികമായ ഘട്ടത്തിൽ അന്ന് വൺ ടൈം സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായി 4,12,000 രൂപ നിയമപരമായി അന്ന് ഇളവ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ രണ്ടാമത്തെ അവരുടെ പരാതി, ആ കിട്ടിയ ഇളവ് പോരാ, അതിനേക്കാൾ അധിക ഇളവ് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ പാർട്ടി അതിൽ സഹായിച്ചില്ല എന്നുള്ളതാണ് രണ്ടാമതായി പരാതിയായി പറഞ്ഞത്. റിസ്ക് ഫണ്ടിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു. ലോൺ എടുത്ത സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ഒരാൾ മരണപ്പെട്ടാൽ മരണപ്പെടുന്ന സമയത്ത് 6 മാസത്തിലധികമോ കുടിശ്ശികയുള്ള ഒരാൾക്ക് റിസ്ക് ഫണ്ട് അനുവദിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. 6 മാസം അടച്ചില്ലെന്ന് മാത്രമല്ല, ഇവർ ലോൺ എടുത്തതിന് ശേഷം ഒരു തുക അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത്തരം ഒരാൾക്ക് റിസ്ക് ഫണ്ടും ലഭിക്കുക അസാധ്യമായ കാര്യമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ മൂന്നാമത് മറ്റൊരു വാദം അവരുടെ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ വസ്തുതകളും വളരെ തലനാരിഴകേറി തുറന്ന് പരിശോധിക്കണം. ഈ ആക്ഷേപം, അതായത് അവർക്ക് ആ വസ്തുവിന് മതിയായ വില കിട്ടിയില്ല എന്നവർ ആശങ്കപ്പെടുമ്പോൾ നിർബന്ധമായും നിശ്ചയമായും അവർ പറയണം, ഈ സ്ഥല വിൽപ്പന നടക്കുന്ന 2021-ൽ ആ 2021-ന് മുമ്പോ 2021-ന് ശേഷമോ അവരുടെ ആ സ്ഥലം സ്ഥിതി ചെയ്യുന്ന പരിസരത്ത് അവർക്കിപ്പോൾ ലഭിച്ച വിലയേക്കാൾ അധികം ഏതെങ്കിലും സ്ഥലം വിൽപ്പന നടന്നിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് ന്യായമായി കാണാം. മറ്റൊരു കാര്യം, ഈ ഇവരുടെ സ്ഥലത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴാണ് 30 സെന്റ് സ്ഥലമാണ് ഇവർ വിറ്റതായി മനസ്സിലാക്കുന്നത്. ആ 30 സെന്റിൽ 15 സെന്റ് കലാരാജുവിൻ്റെ പേരിലും 15 സെന്റ് കലാരാജുവിൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ പേരിലുമാണ്. കലാരാജുവിൻ്റെ പേരിലുള്ള 15 സെന്റ് പൂർണ്ണമായി നിലമാണ്, പാടമാണ്, നിലമായാണ് രേഖയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തിനാണ് ഈ പറയുന്ന വില അവിടെ ലഭിച്ചിട്ടുള്ളത്. അവിടെ പരിശോധിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതേ സ്ഥലത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ സമീപ പ്രദേശത്ത് കരഭൂമിയായ സ്ഥലം വിറ്റുപോയത് ഇതേ വിലയ്ക്കാണ്. അത് നമുക്ക് പരിശോധിച്ചാൽ, അവിടെ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും കലാരാജു ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യം, 2021 അവസാനം നടന്ന കാര്യം അന്നൊരു ഘട്ടത്തിൽ സൂചിപ്പിക്കാതെ 3 വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ നിലയിൽ അവതരിപ്പിക്കുന്നത് അത് ദുരുദ്ദേശപരമാണ്.